ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടെൻഡർ ലൈൻ ബീഫും കൊണ്ട് ബീഫ് സ്റ്റേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടെൻഡർ ലൈൻ ബീഫും കൊണ്ട് എങ്ങനെയാണ് സ്റ്റേക്ക് തയ്യാറാക്കി എടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ടെൻഡർ ലൈൻ ബീഫ് ഇതുപോലെ നമ്മളൊരു ഫുള്ളായിട്ട് തന്നെ എടുത്തതിന് ശേഷം അതിൻ്റെ മേലിലുള്ള ഫാറ്റൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. സൈഡിൽ അതൊന്ന് വിട്ട് നിൽക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ടെൻഡർ ലൈൻ ബീഫിൻ്റെ ഫാറ്റ് എല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കനത്തിൽ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് ആമർ വെച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ച് പരത്തിയെടുക്കാം. നമ്മളൊരു പ്ലാസ്റ്റിക് വെച്ചിട്ട് വേണം നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട്. ഒരു തുണിയായാലും കുഴപ്പമില്ല കേട്ടോ. ഇതേപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക ആമർ കൊണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര എണ്ണം വേണ്ട അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബീഫ് സ്റ്റേക്ക് എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ സിമ്പിളായിട്ടുള്ള മാരിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. വെറും സാൾട്ടും പെപ്പറും അല്പം ഒലിവ് ഓയിലും കൂടിയാണ് കേട്ടോ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കണേ. അപ്പോൾ നമ്മളിതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു അല്പം നേരം വയ്ക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് അല്പം ഒലിവ് ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അല്പം ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. തവ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് സ്റ്റേക്ക് അതിലോട്ട് വയ്ക്കാം. നമുക്ക് തിരിച്ചും മറിച്ചും ഒരു 4 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റേക്ക് തിരിച്ചും മറിച്ചു വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റേക്ക് കുക്കായിട്ടുണ്ട്. ഒരുപാട് ഹാർഡായിട്ടില്ല, നല്ല ജ്യൂസി ആയിട്ടുണ്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതേ പാനിൽ തന്നെ നമുക്കൊരു സോസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സെയിം ബീഫ് കുക്ക് ചെയ്ത പാനിൽ തന്നെ നമുക്കൊരല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ചോപ്പ് ചെയ്ത ഗാർലിക്കും കൂടി കേട്ടോ. ചോപ്പ് ചെയ്ത ഗാർലിക്ക് ഒരു ടേബിൾ സ്പൂണെങ്കിലും ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മുടെ ഗാർലിക്ക് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗാർലിക്ക് ഏകദേശം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കതിലോട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അല്പം എരിവിന് വേണ്ടിയിട്ടാണ്. നമുക്ക് സ്പൈസിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി അല്പം ബട്ടറിലൊന്ന് സോട്ട് ആവുന്ന സമയത്ത് ഒരല്പം പാർസലും കൂടി ഇട്ട് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ഗാർലിക് ബട്ടർ സോസ് റെഡിയാണ് കേട്ടോ. നമുക്കതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത സ്റ്റേക്കും കൂടി ഇട്ട് കൊടുക്കുക. അല്പനേരം തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാം സ്ലോ ഫ്ലെയിമിൽ. അപ്പോൾ നമ്മുടെ സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എങ്ങനെയാണ് പ്ലേറ്റിംഗ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്കിതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് മാഷ് പൊട്ടറ്റോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ സ്വീറ്റ് പൊട്ടറ്റോ പ്യൂരി ആക്കിയതാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ തൊട്ട് മേലിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് പ്ലേറ്റിൽ സ്വീറ്റ് പൊട്ടറ്റോ പ്യൂരിയും ഗ്രിൽഡ് ടൊമാറ്റോ അല്പം വെജിറ്റബിൾ, നമുക്ക് ബോയിൽഡ് വെജിറ്റബിളോ എന്ത് വേണമെങ്കിലും നമുക്ക് സൈഡിലായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അല്പം ഗ്രിൽഡ് വെജിറ്റബിളാണ് നമ്മൾ സൈഡായിട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സോസിൻ്റെ ബാലൻസും കൂടി നമുക്ക് അതിൻ്റെ ടോപ്പിലായിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ